10 അവയവങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നല്ല സെയിൽസ്മാൻ പിറവിയെടുക്കുന്നത്. സെയിൽസ്മാൻ്റെ കച്ചവടം കൂട്ടാനുള്ള 12 കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. സെയിൽസ് എന്നത് വെറും നാവ് കൊണ്ടുള്ള കളിയാണെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അതങ്ങനെയല്ല. ഒരു നല്ല സെയിൽസ്മാന് വേണ്ട വളരെ നല്ല രീതിയിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കേണ്ട 10 അവയവങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ, തലച്ചോർ. ഒരു സെയിൽസ്മാൻ അഗാധമായി ചിന്താശക്തിയുള്ള ആളായിരിക്കണം. ആളുകളെയും അവസരങ്ങളെയും വിലയിരുത്താനും അപഗ്രഥിക്കാനും കഴിവുള്ള ആളായിരിക്കണം. വളരെ വേഗത്തിൽ കണക്കുകൂട്ടലുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ആളായിരിക്കണം ഒരു നല്ല സെയിൽസ്മാൻ. മറ്റുള്ളവരെക്കാൾ വേഗത്തിലും ആഴത്തിലും ഇറങ്ങി ചിന്തിക്കാൻ അയാൾക്ക് സാധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നതും ഇടയ്ക്കിടെ ദീർഘശ്വാസം എടുക്കുന്നതും തലച്ചോറിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വായിക്കുന്നതും സമയം കിട്ടുമ്പോൾ ചെസ്സ് കളിക്കുന്നതും തലച്ചോറിൻ്റെ ക്രിയാത്മകമായ വളർച്ചയ്ക്ക് സഹായിക്കും. രണ്ടാമത്, മുഖം. സദാസമയവും പ്രസന്നമായിരിക്കുന്ന ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന മുഖമായിരിക്കണം ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ടത്. മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടായിരിക്കണം. കാണുന്ന മാത്രയിൽ തന്നെ ആളുകളെ ആകർഷിക്കാനും തന്നിലേക്ക് അടുപ്പിക്കാനും കഴിയും വിധം തേജസ്സും പ്രസരിപ്പും ഉണ്ടായിരിക്കണം. ആ മുഖം കാണുന്ന മാത്രയിൽ തന്നെ മറ്റുള്ളവർക്ക് മതിപ്പും വിശ്വാസവും തോന്നണം. മനസ്സിനകത്ത് നല്ല ആത്മവിശ്വാസം നിറച്ചു വെച്ചാൽ അതിൻ്റെ ഒരു പുഞ്ചിരി മുഖത്ത് എപ്പോഴും പ്രകടമാകും. അതിനുവേണ്ടി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഒരു സെയിൽസ്മാൻ അവഗാഹത്തിൽ പഠിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. 3, കണ്ണുകൾ. നല്ല ഒരു സെയിൽസ്മാന് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒരു അവസരം കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കണം. അയാളുടെ കണ്ണുകൾക്ക് ആരിലും ഒരു കസ്റ്റമറെ കാണാനുള്ള കഴിവുണ്ടായിരിക്കണം. ഏതൊരു വിഷയത്തിൻ്റെയും നെഗറ്റീവും പോസിറ്റീവും കണ്ടെത്താൻ അയാൾക്ക് സാധിക്കണം. ഏതൊരാളും നാളത്തെ എൻ്റെ കസ്റ്റമറാകാം എന്ന ഒരു കാഴ്ചപ്പാട് ഒരു സെയിൽസ്മാന് ഉണ്ടായിരിക്കണം. ആരും കാണാത്തത് കാണുകയും എല്ലാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല സെയിൽസ്മാൻ. 4, കാതുകൾ. ഒരു നല്ല സെയിൽസ്മാൻ ഒരു നല്ല കേൾവിക്കാരൻ കൂടിയായിരിക്കണം. ഉപഭോക്താക്കളെ സംസാരിച്ച് മുഷിപ്പിക്കുന്നതിന് പകരം അയാൾക്ക് അവരെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ചുറ്റുപാടുകളിലേക്ക് തുറന്നു പിടിച്ച കാതുകളായിരിക്കണം അയാളുടേത്. തനിക്ക് ചുറ്റുമുള്ള അവസരങ്ങൾ ഒരു റഡാർ പോലെ പിടിച്ചെടുക്കുന്ന അയാളുടെ കാതുകൾക്ക് സാധിക്കണം. ഐക്യ എന്ന ലോകോത്തര ഫർണിച്ചർ കമ്പനി പിറവിയെടുത്തതും ഇഗ്വാർ കാംപ്രാഡ് എന്ന ആൾ അദ്ദേഹത്തിൻ്റെ കാതുകൾ തുറന്നു വച്ചതുകൊണ്ട് മാത്രമാണ് എന്നതുകൂടി ഓർമ്മിക്കുക. അതിനെക്കുറിച്ച് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും. 5, നാവ്. ഒരു സെയിൽസ്മാന് വേണ്ട ഏറ്റവും വലിയ കഴിവാണ് ആശയവിനിമയ പാടവം. ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ ആവശ്യങ്ങളും അതനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അയാൾക്ക് സാധിക്കണം. തൻ്റെ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ എന്നാൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപഭോക്താക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കണം. തർക്കങ്ങളോ അനാവശ്യ സംസാരങ്ങൾക്കോ ഇട കൊടുക്കാത്ത വിധം ഏറ്റവും കൺവിൻസിംഗ് ആയ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ അയാൾക്ക് സാധിക്കണം. ഏതെല്ലാം കാര്യങ്ങൾ പറയണമെന്നും പറയരുതെന്നും ഒരു സെയിൽസ്മാൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. 6, കൈകൾ. ഒരു സെയിൽസ്മാൻ്റെ കരങ്ങൾ ഉൽപ്പന്നം കൈമാറി പണം വാങ്ങി വയ്ക്കാൻ മാത്രമുള്ളതല്ല, തൻ്റെ ഉപഭോക്താക്കളെ പല രീതിയിൽ സഹായിക്കാൻ അയാൾക്ക് സാധിക്കും. ഒരു സേവനദാതാവ് ഉപഭോക്താവ് ബന്ധത്തിനപ്പുറം അവർക്ക് വ്യക്തിപരമായ രീതിയിലും പലവിധ സഹായങ്ങൾ ചെയ്യാൻ ഒരു സെയിൽസ്മാൻ തയ്യാറാകണം. തൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒരാളെ തന്നെക്കൊണ്ടാവും വിധം സഹായിക്കുമ്പോഴാണ് ഒരു സെയിൽസ്മാനെ വ്യക്തിപരമായും തൊഴിൽപരമായും വിജയിക്കാൻ സാധിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ഉപഭോക്താക്കളെ കൈവിടാതെ തന്നോട് ചേർത്ത് പിടിക്കാൻ ഒരു സെയിൽസ്മാൻ്റെ കരങ്ങൾക്ക് ശക്തി ഉണ്ടാകണം. 7, ഹൃദയം. ഒരു സെയിൽസ്മാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ ഒരു അവയവമാണ് ഹൃദയം. ഒരു നല്ല സെയിൽസ്മാൻ ഒരിക്കലും മനസാക്ഷിക്ക് നിരക്കാത്ത യാതൊന്നും ചെയ്യാൻ പാടില്ല.
കള്ളം പറയുക, തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുക, ഗുണമേന്മയില്ലാത്തതോ കേടുപാടുകൾ ഉള്ളതോ ആയ ഉൽപ്പന്നങ്ങൾ നൽകി വഞ്ചിക്കുക, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുക തുടങ്ങിയ തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കരുത്. സത്യസന്ധതയും സുതാര്യവുമായിരിക്കണം ഒരു നല്ല സെയിൽസ്മാൻ്റെ മുഖമുദ്ര. 8ാമത്തെ, ശ്വാസകോശം. ഒരു സെയിൽസ്മാൻ്റെ ജോലി വളരെ ആയാസം നിറഞ്ഞത് തന്നെയാണ്. അയാളുടെ ജോലിക്ക് ഒരിക്കലും ഒരു കൃത്യമായ സമയരേഖയില്ല. ഉപഭോക്താവിൻ്റെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ അയാൾ പലപ്പോഴും നിർബന്ധിതനാകും. അതുകൊണ്ട് പരമാവധി സമയവും സൗകര്യവും നോക്കാതെ അക്ഷീണം പ്രവർത്തിക്കാനുള്ള ഊർജം അയാളുടെ മനസ്സിനും ശരീരത്തിനും വേണം. മാനസികമായും ശാരീരികമായും തളരാതെ സദാസമയവും ഊർജത്തോടെയും പ്രസരിപ്പോടെയും പ്രവർത്തിക്കാൻ അയാൾക്ക് സാധിക്കണം. സ്വാഭാവികമായും കൂടുതൽ പേരോട് കൂടുതൽ സംസാരിക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാം. ദിവസേനയുള്ള രാവിലത്തെ ഒരു 5 കിലോമീറ്റർ നടത്തം ഇതിന് ഒരു പരിഹാരമാക്കാം. അല്ലെങ്കിൽ കൃത്യമായ ശ്വസനക്രിയ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെയും ശ്വാസം കിട്ടാതെയുള്ള കിതപ്പ് ഒഴിവാക്കി കൂടുതൽ പേരോട് കൂടുതൽ സംസാരിക്കാൻ സാധിക്കും. 9ാമത്തെ, കാലുകൾ. ഒരു സെയിൽസ്മാന് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഉപഭോക്താവ് എപ്പോൾ വിളിച്ചാലും വിളിപ്പുറത്ത് എത്താൻ കഴിയണം. സമയവും കാലവും നോക്കാതെ എപ്പോൾ എവിടെ ചെന്നും ഒരു ഉപഭോക്താവിനെ കാണാനും അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അയാൾക്ക് സാധിക്കണം. ഉപഭോക്താക്കൾ തന്നെ തേടി ഇങ്ങോട്ട് വരുന്ന കാലം എത്തുന്നത് വരെ അവരിലേക്ക് എത്തപ്പെടാൻ യാതൊരു മടിയും കൂടാതെ അയാൾ തയ്യാറാകണം. 10ാമത്തെ, പാദങ്ങൾ. ഒരു സെയിൽസ്മാന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് സ്റ്റെബിലിറ്റി. ഏത് പ്രതിസന്ധിയിലും പതറാതെ നിലയുറപ്പിച്ച് നിൽക്കാൻ അയാൾക്ക് സാധിക്കണം. ഒരു സെയിൽസ് നടക്കാതെ പോയാൽ അടിപതറി വീണു പോകരുത്. അതുപോലെ തന്നെ ഒരു സെയിൽസ് നടന്നാൽ സന്തോഷമോടെ മതിമറന്ന് തുള്ളിച്ചാടുകയും ചെയ്യരുത്. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കാൻ അയാൾക്ക് സാധിക്കണം. പാദങ്ങൾ അയാൾക്ക് വളരെ പ്രധാനമാണ്. കാരണം പാദങ്ങൾ തളർന്നാൽ ശരീരം മൊത്തം തളരും. ഈ 10 അവയവങ്ങൾ യഥോചിതം അവസരത്തിനൊത്ത് ഉപയോഗിച്ച് നോക്കൂ. സെയിൽസിലെ മാറ്റം സ്വയം അനുഭവിച്ചറിയാം. ഇവ ഒരേ ഊർജത്തോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സെയിൽസ്മാന് തൻ്റെ കരിയറിൽ വിജയിക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.